അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 9ഉം 10ഉം സങ്കീർത്തനങ്ങളാണ്. 9ആം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ അത് എഴുതിയത് ദാവീദാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 10ആം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തന്നെ 10ആം സങ്കീർത്തനത്തിലെ എഴുത്തുകൾ ദാവീദിൻ്റേതിന് തുല്യമാണ്. ആകയാൽ 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ ഒറ്റ സങ്കീർത്തനമായി ദാവീദ് എഴുതി എന്നാണ് മിക്കവാറും എല്ലാവരും വിശ്വസിക്കുന്നത്. നീതി ലഭിക്കാത്തൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ സാധാരണക്കാർക്ക് കഴിയാതെ പോകുന്നു. കോടതിയിൽ പോയി നീതി ലഭിക്കുന്നതിനായി കാത്തിരുന്നാൽ അവിടെയും പണത്തിൻ്റെ സ്വാധീനം വിജയം കണ്ടെത്തുന്നു. കാരണം നല്ല വക്കീലന്മാരെ കണ്ടെത്തണമെങ്കിൽ വലിയ തുക അവർക്ക് കൊടുക്കേണ്ടി വരും. അതിനും സാധാരണക്കാർക്ക് കഴിയുകയില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കഴിവുള്ളവർ കാര്യം കാണുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അന്യായം ചെയ്യുന്നവരും നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരും വ്യാജം കാണിക്കുകയും പറയുകയും ചെയ്യുന്നവരും ജയാളികളായിത്തീരുന്നു. വിശ്വസ്തയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തോൽവി അടയുന്നു. മലാഖി പ്രവചനത്തിൽ ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. മലാഖി പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ജനം യഹോവ കേൾക്കെ പറയുകയാണ്, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവൻ ആകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? ഇതാണ് മലാഖി പ്രവചനത്തിലെ ജനങ്ങളുടെയും ഇന്നുള്ള ജനങ്ങളുടെയും ദൈവത്തോടുള്ള ചോദ്യം. ദുഷ്ടന്മാർ അഭ്യുദയം പ്രാപിക്കുന്നു, അനീതി ചെയ്യുന്നവർ വളർന്ന് വർദ്ധിക്കുന്നു. എന്നിട്ടും ദൈവം അവരെ അതിന് അനുവദിക്കുന്നു എന്നാണ് അനേകരും വിശ്വസിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടി 9ആം സങ്കീർത്തനം 7ഉം 8ഉം 9ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ന്യായവിധിക്ക് ദൈവം സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. ഇതാണ് 9ഉം 10ഉം സങ്കീർത്തനങ്ങളുടെ പ്രമേയം അഥവാ തീം. സെപ്റ്റ്വജിൻ്റ് അഥവാ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ ഒറ്റ സങ്കീർത്തനമായാണ് എഴുതിയിരിക്കുന്നത്. 9ആം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അന്ത്യ ന്യായവിധി വരുന്നതുവരെ ദൈവം പാപം ചെയ്യുന്ന വ്യക്തികളെ സ്വതന്ത്രരായി വിടുകയില്ല എന്നും ഈ കാലഘട്ടത്തിൽ തന്നെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷ കൊടുക്കുമെന്നും എന്നാൽ അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ മൂലം അല്പം താമസിക്കുമെന്നുമാകുന്നു. എന്നാൽ ഓരോരുത്തരുടെ തെറ്റുകൾക്കും പാപപ്രവൃത്തികൾക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ശിക്ഷ കൊടുക്കുമെങ്കിലും ആ ശിക്ഷ അന്ത്യന്യായവിധിയിൽ നിന്നും ഒരു പാപിക്ക് രക്ഷ നേടുവാനുതകുന്ന താൽക്കാലിക ശിക്ഷയല്ല. കാരണം ഇപ്പോൾ പാപം ചെയ്യുന്ന വ്യക്തികൾ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും പാപം ചെയ്യുകയും മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി ഒരു വിശുദ്ധ ജീവിതം നയിക്കാതെ ആ വ്യക്തി മരിക്കുകയും ചെയ്താൽ നിശ്ചയമായും ആ വ്യക്തിക്ക് അന്ത്യന്യായവിധിയിൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരും. കാരണം പാപം ചെയ്യുന്ന വ്യക്തി പിശാചിൻ്റെ മകനാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വ്യക്തികളെയും രാജ്യങ്ങളെയും ന്യായം വിധിച്ച ചരിത്രം ഇന്നും നമ്മുടെ കൺമുൻപിൽ കിടക്കുന്നുണ്ട്. അതിൽ ചിലത് സൊദോം ഗൊമോറയും ബാബേൽ സാമ്രാജ്യവുമാണ് എന്ന് നാം ഓർക്കണം. ഈ 2 രാഷ്ട്രങ്ങളും അഹങ്കാരികൾക്കൊരു അടയാളമായി ഇന്നും അവശേഷിച്ചിരിക്കുന്നു. ആർക്കും ഈ 2 രാഷ്ട്രങ്ങളും പണിയുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കാരണം കർത്താവ് തൻ്റെ പ്രവാചകന്മാരിൽ കൂടി പ്രഖ്യാപിച്ചു, ഒരു നാളും ബാബേൽ പണിയപ്പെടുകയില്ല എന്ന്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാൻ കണ്ണുനീരിനല്ലാതെ ആർക്കും കഴിയുകയില്ല. മനുഷ്യപുത്ര, യെരുശലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തീർന്നിരിക്കുകയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തൻ്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിൻ്റെ നേരെ പുറപ്പെട്ട് വരുമാറാക്കും.
അവർ സോറിൻ്റെ മതിലുകളെ നശിപ്പിച്ച് അതിൻ്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും. ഞാൻ അതിൻ്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും. അത് സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും. ഞാനത് അരുളി ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേൽ പ്രവചനം 26-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ വടക്കുനിന്ന് രാജാതിരാജാവായ നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവിന് കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സോരിന് നേരെ വരുത്തും. അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭവനങ്ങൾ നശിപ്പിക്കും. നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയും. നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും. നിന്റെ വീണകളുടെ നാദം ഇനി കേൾക്കുകയുമില്ല. ഞാൻ നിന്നെ വെറും പാറയാക്കും. നീ വലവിരിപ്പാനുള്ള സ്ഥലമായി തീരും. നിന്നെ ഇനി പണിയുകയില്ല. യഹോവയായി ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേൽ പ്രവചനം 26-ാം അധ്യായം 7-ാം വാക്യവും 12-ാം വാക്യവും 13-ാം വാക്യവും 14-ാം വാക്യവും ആണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യെരുശലേം ശത്രുവിനാൽ പിടിക്കപ്പെട്ടതിലുള്ള അതിയായ സന്തോഷം സോറിനുണ്ടായിരുന്നു. കാരണം യെരുശലേം പിടിക്കപ്പെട്ടതിനാൽ സോർ ഇനി സമ്പൽ സമൃദ്ധമാകും എന്നാണ് സോർ വിചാരിച്ചത്. തൻ്റെ ജനത്തിൻ്റെ നാശത്തിൽ സന്തോഷിച്ച സോറിനുള്ള ശിക്ഷകളുടെ പ്രവചന ശബ്ദമാണ് നാം മുൻപ് കേട്ടത്. ഒരിക്കലും നിവൃത്തിയാകുവാനോ സോർ ശിക്ഷിക്കപ്പെടുവാനോ യാതൊരു സാധ്യതയുമില്ല എന്ന് തോന്നുന്ന ശിക്ഷയെക്കുറിച്ചുള്ള പ്രവചനം വളരെ നാളുകൾക്ക് മുമ്പേ പ്രവചിച്ചതാണ്. യെഹെസ്കേൽ പ്രവാചകനാണ് ഇത് പ്രവചിച്ചത്. സോർ എന്ന പട്ടണം ഫൊനീഷ്യക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ പട്ടണമായിരുന്നു. മാത്രമല്ല അത് കപ്പൽ നിർമ്മാണത്തിന് വളരെ കീർത്തി കേട്ടതുമായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ സോറിനെതിരെ തിരിയുകയും നീണ്ട 12 വർഷത്തെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. പട്ടണത്തിൻ്റെ വീഴ്ച അടുത്തപ്പോൾ അതിലെ നിവാസികൾ കടലിൽ അല്പം ദൂരെ മാറി കാണപ്പെട്ട ദ്വീപിലേക്ക് ഓടിപ്പോകുകയും പട്ടണം ബാബേൽ പട്ടാളക്കാർ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള 240 വർഷത്തോളം ഈ ദ്വീപിൽ തുറമുഖ പട്ടണമായ സോറിൽ നിന്നും ഓടിപ്പോയവർ താമസിച്ചു. അതിൻ്റെ പേരും സോർ എന്ന് തന്നെ അറിയപ്പെട്ടു. BC 333 മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ സ്ഥലങ്ങളിൽ പടയോട്ടം നടത്തിയപ്പോൾ ഈ പുതിയ സോറും അദ്ദേഹത്തിൻ്റെ സൈന്യത്താൽ ഉപരോധിക്കപ്പെട്ടു. ഈ ദ്വീപിൽ എത്തിച്ചേരുവാനായി അലക്സാണ്ടർ ഏകദേശം 650 അടി നീളവും 65 അടി വീതിയുമുള്ള ഒരു പാത ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനു വേണ്ടി അദ്ദേഹം ആ പഴയ നഗരത്തിൻ്റെ കല്ലുകളും അവശിഷ്ടങ്ങളും ഉപയോഗിച്ചു. അവയെ വെള്ളത്തിലിട്ട് പാത ശരിയാക്കി. ഇതിൻ്റെ നിർമ്മാണത്തിനായി പിന്നെയും സാമഗ്രികൾ ആവശ്യമായി വന്നപ്പോൾ നശിച്ചുപോയ ആ പട്ടണത്തിലെ പാറകളുടെ മുകളിലുണ്ടായിരുന്ന ചെളിയും പൊടിയും എല്ലാം ശേഖരിച്ച് കടലിലിട്ട് പാത ശരിയാക്കി. നാം കേട്ടതായ പ്രവചനവാക്യങ്ങൾ പോലെ സോർ പൂർണ്ണമായി കുഴിക്കപ്പെടുകയും കടലിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഇന്നും പുരാവസ്തു ഗവേഷകർക്ക് ആ പഴയ നഗരം നിന്നിരുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യെഹെസ്കേൽ 26-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തെറ്റുകൾക്ക് നിശ്ചയമായും ശിക്ഷ കൊടുക്കും. അല്പം താമസിക്കുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് ചിന്തിച്ച് നാം പാപത്തിൽ നിന്നും മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപമുള്ള രാജ്യത്തിന്മേലും വ്യക്തികളുടെ മേലും ദൈവം ദൃഷ്ടി വയ്ക്കുകയും അവർക്ക് മാനസാന്തരപ്പെടുവാൻ മതിയായ സമയം കൊടുക്കുകയും ചെയ്തിട്ടും പാപം ഉപേക്ഷിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം പ്രതിസന്ധിയിലായി തീരുന്നു. ആകയാൽ നാം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കഴിയേണ്ടതിന് പാപ വഴിയിൽ നാം തെറ്റി ചെല്ലുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. സാത്താൻ ഉപായത്താലാണ് നമ്മെ അവൻ്റെ കെണിയിൽ വീഴിക്കുന്നത്. ഹവ്വായെ വീഴിച്ചത് പ്രകാരമാണ്. ദൈവം നിന്നോട് നുണയാണ് പറഞ്ഞതെന്ന് ഹവ്വായെ പിശാച് വിശ്വസിപ്പിച്ചു. ദൈവത്തെപ്പോലെ ഇരുന്ന ഹവ്വായോട് സാത്താൻ പറയുകയാണ്, നീ ആ പഴം തിന്നാൽ നിനക്ക് ദൈവത്തെപ്പോലെ ആകുവാൻ കഴിയുമെന്ന്. ഇത് തന്നെയാണ് സാത്താൻ നമ്മോടും പറയുന്നത്. പെട്ടെന്ന് ധനവാനാകുവാൻ ചില വ്യക്തികൾ കൈക്കൂലി മേടിക്കുകയും തെറ്റായ ജീവിത രീതിയിൽ കൂടി ജീവിക്കുകയും ചെയ്യുന്നു. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ ക്രൈം ബ്രാഞ്ച് പോലീസിൻ്റെ വലയിൽ വീഴുകയും അതോടെ അവരുടെ ജോലിയും സമൂഹത്തിൽ അവർക്കുള്ള മാന്യതയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സാത്താനാണ് ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ തെറ്റുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ യേശുവിൻ്റെ ആത്മാവുള്ളവർക്ക് പരിശുദ്ധാത്മാവ് സകലതും പഠിപ്പിച്ചു കൊടുക്കുന്നതിനാൽ സാത്താൻ്റെ തന്ത്രം യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. നമ്മെ
അടിമകളാക്കുവാനാണ് എല്ലാ കാലത്തും സാത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എൻജോയ് ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്ന ചില മാർഗപാപങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്യിക്കുകയും നാം അത് ചെയ്യുമ്പോൾ നമ്മെ സാത്താൻ സ്വന്തമാക്കുകയും നമ്മെക്കൊണ്ട് വലിയ പാപങ്ങൾ ചെയ്യിച്ച് അവനോടൊപ്പം നിത്യനരകത്തിന് യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. രക്ഷപ്പെടുവാൻ കഴിയാത്ത ഘട്ടത്തിൽ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് നാം സാത്താൻ്റെ കിണിയിൽ അകപ്പെട്ടുവല്ലോ എന്നത് മനസ്സിലാക്കുന്നത്. ഓർക്കുക, സാത്താൻ നമ്മെ പാപത്തിൽ വീഴിക്കുവാൻ വരുന്നത് നേരിട്ടല്ല, പിന്നെയോ നമ്മുടെ ബലഹീനതകളായ ചില കാര്യങ്ങളിൽ കൂടിയോ മറ്റു വ്യക്തികളിൽ കൂടിയോ ആയിരിക്കും. ഒരിക്കൽ സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോയാൽ ആ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് എളുപ്പമല്ല. ആകയാൽ ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. ഒരു ഭാഗ്യപരീക്ഷണം ഒരിക്കലും നടത്താതിരിക്കാം. 9-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തി തരുന്നവനാണ്. പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ന്യായവിധി അവർ കാണാതെ വണ്ണം ഉയരമുള്ളതാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുതലും കാവലും പരിപാലനവും ലഭിക്കുമെന്നതിന് സംശയമില്ല. അപ്രകാരം ദൈവത്തിൻ്റെ കരുതലും കാവലും തരുന്നതിനായി കൃപയുടെ സിംഹാസനം നമുക്ക് ലഭ്യമായിരിക്കുന്നത് പോലെ ന്യായവിധിയുടെ സിംഹാസനവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന അറിവോടെ നാം വിശുദ്ധിയോടെ ജീവിക്കണം. എന്നാൽ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും. ആകയാൽ നമുക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവിൻ്റെ അനുസരണമുള്ള മക്കളായി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.